നമസ്കാരം. അമേരിക്കയിൽ ഉണ്ടാകുന്ന ഏതൊരു മാറ്റവും ലോകത്തെ മുഴുവൻ സ്വാധീനിക്കും. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അധികാരികൾ മാറി വരുമ്പോൾ ഭരണത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും. പുതിയ നിയമങ്ങൾ കൊണ്ടുവരും. പലരെയും ഇത്തരം നിയമങ്ങൾ പ്രതികൂലമായും അനുകൂലമായും ഒക്കെ ബാധിക്കാറുണ്ട്. 2025 ജനുവരിയിൽ അമേരിക്കയിൽ ചില മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്. കുടിയേറ്റ നയങ്ങൾ കടുപ്പിക്കുമെന്ന് നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നുവെങ്കിലും ഈ അടുത്ത് H-1B വിസയ്ക്ക് താൻ ഇപ്പോഴും അനുകൂലമാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ത്യക്കാരെ ഇപ്പോൾ ആശങ്കയിലാക്കുന്നത് 2024 ചില കണക്കുകളാണ്. 2024 ഓരോ 6 മണിക്കൂറിലും ഒരു ഇന്ത്യക്കാരനെ US നാടുകടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ഡിസംബർ 19 US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് പുറത്തിറക്കിയ വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. 2021 അപേക്ഷിച്ച് 2024 US നിന്ന് നാടുകടത്തിയ ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ 400% വർധനവുണ്ടായിട്ടുണ്ട്. 2021 292 ഇന്ത്യക്കാരെയാണ് അമേരിക്ക നാടുകടത്തിയതെങ്കിൽ 2024 ഇത് 1529 ഉയർന്നിട്ടുണ്ട്. ആഗോളതലത്തിൽ 2021 59,011 പേര് US നാടുകടത്തിയപ്പോൾ 2024 ഇത് 2,71,484 ഉയർന്നു. US കുടിയേറ്റ നിയമത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇന്ത്യയും USഉം തമ്മിലുള്ള ഉഭയകക്ഷി കരാറുകൾ എന്നിവയാണ് നാടുകടത്തുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകാൻ കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിരുന്ന 2019-2020 വർഷങ്ങളിലായി 3,928 ഇന്ത്യക്കാരെയാണ് USൽ നിന്ന് നാടുകടത്തിയത്. ജോ ബൈഡൻ ഭരിച്ച 4 വർഷങ്ങളിൽ 3,467 ഇന്ത്യക്കാരെ നാടുകടത്തിയിട്ടുണ്ട്. നിലവിൽ ഏതാണ്ട് 18,000-ഓളം ഇന്ത്യക്കാർ നാടുകടത്തൽ ഭീഷണിയിൽ USൽ കഴിയുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 2024 നവംബറിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് അനധികൃതമായി കുടിയേറിയ 14.4 ലക്ഷം പേർ നാടുകടത്തൽ ഭീഷണിയിലാണെന്ന് പറയുന്നത്. ഇതിൽ 17,490 പേരാണ് ഇന്ത്യക്കാർ. 2023-24 സാമ്പത്തിക വർഷത്തിൽ മാത്രം 1,100-ഓളം ഇന്ത്യക്കാരെയും US തിരിച്ചയച്ചിട്ടുണ്ട്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ നേതൃത്വത്തിലാണ് അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയവരെ പുറത്താക്കിയത്. ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. തിരിച്ചയച്ച അനധികൃത കുടിയേറ്റക്കാരിൽ പുരുഷന്മാരും സ്ത്രീകളുമുണ്ട്. കൂടുതലും യുവാക്കളാണുള്ളത്. പഠനത്തിനായും മറ്റുമായി എങ്ങനെയെങ്കിലും അമേരിക്കയിൽ എത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് യുവാക്കളിൽ മിക്കവരും അമേരിക്കയിലേക്ക് പോകുന്നത്. ഇവരെ ലക്ഷ്യമിട്ട് മനുഷ്യക്കടത്തുകാരും അനധികൃത ട്രാവൽ ഏജൻസികളും വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 2017 മുതലാണ് അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മെക്സിക്കൻ, സാൽവഡോറൻസ് എന്നീ രാജ്യങ്ങൾക്ക് ശേഷം അമേരിക്കയിലേക്ക് അനധികൃത കുടിയേറ്റം നടത്തുന്ന 3ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. 2019 മുതൽ അമേരിക്കൻ അതിർത്തി കടക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അമേരിക്കൻ കസ്റ്റംസിന്റെയും അതിർത്തി സംരക്ഷകരുടെയും റിപ്പോർട്ട് പ്രകാരം 96,917 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരാണ് 2022-23 കാലയളവിൽ അതിർത്തി കടന്നത്. ഇനി 2018-19 കാലയളവിലാണെങ്കിൽ 8,027 പേരാണ്. ഇതിൽ ഭൂരിഭാഗം പേരും തെക്കൻ അതിർത്തി വഴി മെക്സിക്കോയിൽ നിന്നാണ് അതിർത്തി കടന്നിരിക്കുന്നത്. അതിർത്തി കടക്കുന്നതിനിടെ നിരവധി ദുരന്തങ്ങളും അരങ്ങേറിയിട്ടുണ്ട്. നേരത്തെ ഇന്ത്യക്കാരെ തിരിച്ചയച്ചത് ഇന്ത്യൻ സർക്കാരിന്റെ കൂടി സഹകരണത്തോടു കൂടിയായിരുന്നു. എന്നാൽ നാടുകടത്തലിന് ഇന്ത്യ വേണ്ടത്ര പിന്തുണ നൽകുന്നില്ലെന്ന് USന് പരാതിയുണ്ട്. പലതവണയും പ്രഖ്യാപിച്ച നാടുകടത്തൽ പദ്ധതികൾ നീണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അധികാരത്തിൽ വന്നാലുടൻ പല പരിഷ്കാരങ്ങളും ട്രംപ് കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. വിസ നിയമത്തിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം. ട്രംപ് വരുന്നതോടുകൂടി പല മാറ്റങ്ങളും ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കുടിയേറ്റ നയങ്ങളിലും ചിലപ്പോൾ അമേരിക്ക കടുംപിടുത്തം പിടിച്ചേക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.